ഈ പ്രപഞ്ചത്തെ നമ്മൾക്കെന്നും വിസ്മയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾക്കും ഭൂമിയെപ്പോലെ ഗ്രഹങ്ങളുണ്ടാവില്ലേ? അവയിൽ ജീവിക്കാനായിട്ടുള്ള ജീവികൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? പ്രപഞ്ചത്തിന് അതിരുകളുണ്ടോ? അത് എത്രമാത്രം വലുതാണ്? അതിൻ്റെ സീമകൾക്കപ്പുറം എന്താണ്? തുടങ്ങിയ എത്രയെത്ര ചോദ്യങ്ങൾ. ഇത്തരം വിസ്മയങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴും നാം നമ്മെപ്പറ്റി ചിന്തിക്കും, ജീവിതത്തെപ്പറ്റി ചിന്തിക്കും, മരണത്തെപ്പറ്റി ചിന്തിക്കും. ഒടുവിൽ നമ്മുടെ ചോദ്യങ്ങളെ നക്ഷത്രങ്ങളിലേക്കും പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്കും വ്യാപിപ്പിക്കും. നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തതിനെ പറ്റിയുള്ള ചോദ്യങ്ങളിലൂടെ നാം നമ്മെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കും. മനുഷ്യൻ്റെ ഇത്തരം അനന്തരമായ ചോദ്യങ്ങൾക്ക് ചിലർ ചുക്കാൻ പിടിക്കും. ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിലെ തിളക്കമാർന്ന താരം സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. ആരായിരുന്നു ഇദ്ദേഹം? വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതികശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളെക്കുറിച്ച് ഇന്നു ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. 1942 ജനുവരി 8 ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. ബ്രേക്ക് ത്രൂ ഇനീഷ്യേറ്റീവ് എന്ന അന്യഗ്രഹ ജീവൻ തേടുന്ന വമ്പൻ ഗവേഷണ പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്തു. പഞ്ചേന്ദ്രിയങ്ങളുടെയോ വാക്കുകളുടെയോ സഹായമില്ലാതെ ചിന്തകളെ പുറത്തെത്തിക്കുക, മനുഷ്യനല്ലാതെ മറ്റ് ജീവികൾ ചിന്തിക്കുന്നത് വരച്ചെടുക്കാനാവുക. സാങ്കേതികവിദ്യ അടിസ്ഥാനപരമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടുന്ന ഈ കാലത്ത് സാങ്കേതികവിദ്യയുടെ കരുത്തുകൊണ്ട് നമ്മുടെ പ്രപഞ്ച രഹസ്യങ്ങളെപ്പറ്റി സ്റ്റീഫൻ ഹോക്കിംഗ് സംസാരിച്ചു. ലോകത്തോട് പോരാടി ജീവിച്ച വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് തൻ്റെ ചിന്തകളെ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും തളർന്നു പോവുകയും മസ്തിഷ്കം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ചിന്തകളെ പുറത്തെത്തിക്കാനാകും? ഈ ചോദ്യത്തിന് കമ്പ്യൂട്ടർ വിദഗ്ധന്മാർ പല സാങ്കേതിക സഹായങ്ങളുമായി അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തി. സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രമാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ മുഖ്യ ഗവേഷണ മേഖല. കേംബ്രിഡ്ജിലെ പഠനകാലത്ത് റോജർ പെൻറോസ് എന്ന ശാസ്ത്രജ്ഞനുമായുണ്ടായ സൗഹൃദമാണ് ഹോക്കിങ്ങിനെ ജ്യോതിശാസ്ത്രവുമായി അടുപ്പിച്ചത്. അവരിരുവരും ചേർന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തിന് പുതിയ വിശദീകരണം നൽകി. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള അവർ ചില സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. ഇന്നത്തെ തലമുറയെ ഒരു പരിധിവരെ പ്രപഞ്ചത്തെക്കുറിച്ച് സ്വപ്നം കാണുവാനും പഠിക്കുവാനും സ്റ്റീഫൻ ഹോക്കിംഗ്സ് പഠിപ്പിച്ചിട്ടുണ്ട്.